ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരായിട്ട് മക്കളെ നമ്മൾ ചിന്തിക്കാൻ പോലും പോയേക്കരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ പൂർത്തീകരിക്കപ്പെടണോ, അത് വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കാൻ പഠിക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് നിരാശ ചിന്തകളിലേക്ക്, ആകുല ചിന്തകളിലേക്ക് ഒക്കെ, നമ്മളെ ഇങ്ങനെ ഭയചിന്തകളിലേക്കൊക്കെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്ന, നടത്തുന്ന, തള്ളിയിടുന്ന പിശാച്, തിന്മയുടെ സ്വാധീനങ്ങൾ, ശത്രു ബന്ധിക്കപ്പെടേണ്ടവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലണം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ മനസ്സിൻ്റെ തലങ്ങളിലോ ചിന്തകളുടെ തലങ്ങളിലോ വൈകാരിക തലങ്ങളിലോ ഭയങ്കര ദേഷ്യമോ വാശി പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമോ എന്തോ ആകട്ടെ, തിന്മയാണെന്ന് തോന്നുന്ന എന്തെങ്കിലും നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്ത് ചെയ്യണം? നമ്മുടെ കൈ തലയിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലുക. നമ്മളിപ്പോൾ വേറെ ആർക്കും വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മേൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ചിന്തകളിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ വൈകാരികതകളിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെയാണ് നമ്മളിപ്പോൾ യുദ്ധം ചെയ്യുന്നത്. കാരണം പിശാച് ബന്ധിക്കപ്പെടേണ്ടവനാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാണെങ്കിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ദൈവമക്കളായി മാറ്റപ്പെട്ടെങ്കിൽ, ഈശോ കാൽവരിയിൽ പിശാചിനെ ബന്ധിച്ചവനാണെങ്കിൽ, ദൈവമക്കളായ നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന അധികാരമാണ് പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരം. അതുകൊണ്ട് അവൻ ബന്ധിക്കപ്പെടേണ്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ മേലാഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ബന്ധിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന, വിശ്വാസ ജീവിതത്തെ ക്ഷയിപ്പിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന, ജീവിതത്തിന്റെ അനുദിന അനുഭവങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ വിശ്വാസം ക്ഷയിക്കുന്നു എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മ ബന്ധിക്കപ്പെടേണ്ടതാണ്. ബന്ധിച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ നിന്റെ പരിശുദ്ധ നാമത്തിൽ, നിന്റെ പരിശുദ്ധ രക്തത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു തന്നെ ബന്ധിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇത് നമുക്ക് സ്വർഗം തന്ന അധികാരമാണ്. ഈ അധികാരം അച്ഛന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും തന്നിരിക്കുന്ന അധികാരമാണ്. മാമോദീസായിലൂടെ പൊതു പൗരോഹിത്യത്തിന്റെ മക്കളായി തീർന്ന നമുക്കെല്ലാവർക്കും സ്വർഗം തന്ന അധികാരമാണ് പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരം. ഇത് നമ്മൾ പ്രയോജനപ്പെടുത്താത്ത ആരുടെ പ്രശ്നം? നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം നമ്മൾ യൂസ് ചെയ്യാത്തതിന് മറ്റുള്ളവർ പിശാചിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛാ, പിശാച് കയറി നിരങ്ങുവാണ്, അവർ ഞങ്ങൾക്കെതിരെ അതും ഇതൊക്കെ ചെയ്യുവാണ്, നാട്ടുകാർ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുവാണ്, അവർ മന്ത്രവാദം ചെയ്യുവാണ്, കൂടോത്രം ചെയ്യുവാണ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ശത്രുവിന്റെ സകല തിന്മകൾക്കെതിരെയും അവൻ വിതയ്ക്കുന്ന സകല വഞ്ചനകൾക്കെതിരെയും സ്വർഗം നമുക്ക് തന്ന അധികാരമാണ് പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരം. ഇത് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ പറമ്പിന്റെ മേൽ, നമ്മുടെ കൃഷിയിടത്തിന്റെ മേൽ, നമ്മുടെ വരുമാന മാർഗങ്ങളുടെ മേൽ, നമ്മുടെ ജോലി മേഖലകളുടെ മേൽ, കുടുംബ ബന്ധങ്ങളുടെ മേൽ, സമാധാനത്തിന്റെ മേലൊക്കെ പിശാച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവൻ ബന്ധിക്കപ്പെടേണ്ടവനാണെന്ന് ഉള്ള ആത്മീയ ബോധ്യം എടുത്തിട്ട് കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അവന്റെ പരിശുദ്ധ ബലിയോട് ചേർന്ന് നമ്മുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങൾക്കും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മകളെ ബന്ധിച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടിയവനായിരിക്കും വീട്ടിലെ ശത്രു, കെട്ടിയവനിലായിരിക്കും തിന്മ പ്രവർത്തിക്കുന്നത് എന്ന് കരുതി കെട്ടിയവൻ കിടക്കുമ്പോൾ തലേ കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ പിശാചെ വിട്ടുപോകുമെന്ന് പറഞ്ഞ് ഒച്ചത്തിലൊന്നും പ്രാർത്ഥിച്ചേക്കാൻ വരുന്നത്. ആ കെട്ടിയവൻ എഴുന്നേറ്റിട്ട് നല്ല പൂക്കുറ്റി ഇടി തരാൻ വഴിയുണ്ട് കേട്ടോ. ഇത്തിരി വിവേകത്തോടു കൂടി ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ അധികാരം നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കണമെന്നില്ല, നമുക്ക് ഇവിടെ നിന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, കാരണം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ദൈവത്തിന് ബന്ധിപ്പിക്കാൻ പറ്റും. രണ്ടിടങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാലും കർത്താവിനെ നമ്മളെ ബന്ധിപ്പിക്കാൻ പറ്റും. പത്രോസ് മട്ടുപ്പാവിലിരുന്ന് പ്രാർത്ഥിച്ചു, കൊർന്നേലിയസ് സ്വന്തം ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഒരുമിപ്പിച്ചില്ലേ? അപ്പോ എത്ര അകലങ്ങളിലാണെങ്കിലും പ്രാർത്ഥന ചെല്ലും. കാരണം ദൈവത്തിന്റെ ആത്മാവ് സമയത്തിനും കാലത്തിനും അതീതമാണ്. ദൈവം സമയത്തിനും കാലത്തിനും അതീതനാണ്. ഈ ആലയത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും അട്ടപ്പാടിയിലും അണക്കരയിലും എല്ലായിടത്തും പ്രവർത്തിക്കാൻ പറ്റും. അതേ ആത്മാവിന് ഇന്ന് പ്രവർത്തിക്കുന്ന
ദൈവത്തിന്റെ ആത്മാവിന് നാളെയും പ്രവർത്തിക്കാം. നമ്മുടെ ഇന്നലകളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും ഇതേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ സമയത്തിനും കാലത്തിനും അതീതമാണ് ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ കുടുംബങ്ങളിലുള്ള, സമൂഹങ്ങളിലുള്ള ആരെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്തത്, ഏത് വിഷയത്തെ ടാർഗറ്റ് ചെയ്താണോ നമ്മൾ ബന്ധന പ്രാർത്ഥന നടത്തുന്നത്, ആ വിഷയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊള്ളും. സർമത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. വലതുമർത്തി പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പിശാച് ബന്ധിക്കപ്പെടേണ്ടവനാണ്. ഇത് നമ്മൾ അറിയണം. സാത്താൻ ബന്ധിക്കപ്പെടേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ സകല കെണികളും അവന്റെ വഞ്ചനകളും അവന്റെ ചതിക്കുഴികളും മനസ്സിലാക്കിയിട്ട് അത് ബന്ധിക്കപ്പെടേണ്ടതാണെന്ന് തന്നെ നമ്മൾ അറിയണം. അത് നമ്മുടെ മേലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ വിട്, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയൊക്കെ മറന്നിട്ട് ഈ നിമിഷങ്ങളിൽ എൻ്റെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ ഏതൊക്കെയാണ്? വെറുപ്പിൻ്റെ ഉണ്ടോ, വിദ്വേഷമുണ്ടോ, വൈരാഗ്യ ബുദ്ധിയുണ്ടോ, അസൂയുണ്ടോ, അഹങ്കാരമുണ്ടോ, നാവിൻ്റെ പരിശുദ്ധിയില്ലേ, പരദൂഷണം പറയുന്ന, നുണ പറയുന്ന, കള്ളം പറയുന്ന, കുറ്റം പറയുന്ന പ്രവണതയുണ്ടോ? നമ്മുടെ നാവിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നന്മ നിരൂപിക്കാൻ പറ്റുന്നില്ലേ, സ്നേഹിക്കാൻ പറ്റുന്നില്ലേ, എളിമപ്പെടാൻ പറ്റുന്നില്ലേ, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലേ, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലേ? എവിടെയൊക്കെയോ തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. അത് ബന്ധിക്കപ്പെടേണ്ടതാണ് എന്നിൽ. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് എന്നിൽ ആദ്യം ഈ ബന്ധന പ്രാർത്ഥന. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബന്ധന പ്രാർത്ഥന ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ട എന്നാണെന്നറിയോ? നിങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മളിൽ തന്നെ ഏതെങ്കിലും തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം ആദ്യം ബന്ധിക്കപ്പെടേണ്ടതുണ്ട്. നിരാശയുണ്ടോ? ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ആകുല ചിന്തയുണ്ടോ? ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അഹങ്കാര ചിന്തയുണ്ടോ? ബന്ധിച്ച് തന്നെ പ്രാർത്ഥിക്കണം. ബന്ധിച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ശിരസിൽ കൈവച്ചിട്ട് പറയണം, കർത്താവ് നിന്റെ അധികാരമുള്ള നാമത്തിൽ, കർത്താവ് നീ തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് മാമോദീസായിലൂടെ പൊതു പൗരോഹിത്യത്തിൽ എന്നെ വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിയ കർത്താവ്, വിശുദ്ധ ഗണമാക്കി മാറ്റിയ ആ അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് നിന്നുകൊണ്ട് കാൽവരിയിൽ കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ആ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയോട് ചേർന്ന് പിശാചിന്റെ മേൽ നീ അധികാരമെടുത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ചിന്തകളുടെ മേൽ, എൻ്റെ വൈകാരികതയുടെ മേൽ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ മേൽ, എൻ്റെ മനോഭാവങ്ങളിൽ, എൻ്റെ കുടുംബത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നിന്ന തിന്മകൾ പറഞ്ഞിട്ട് ആ തിന്മകൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ. തിന്മ ബന്ധിക്കപ്പെടേണ്ടവനാണ്. അത് നമ്മൾ എന്നും മനസ്സിൽ സൂക്ഷിക്കണം. തിന്മ നമ്മുടെ കുടുംബങ്ങളിൽ പ്രബലപ്പെടാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ പ്രബലപ്പെടുക എന്നുള്ളത് അല്ലാതെ അതിന് വേറെ ഒരു എളുപ്പ വഴികളൊന്നും അന്വേഷിച്ച് പോയേക്കരുത്. തിന്മ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രബലപ്പെടുന്നത് കാണുമ്പോൾ, ഉണർന്നെഴുന്നേൽക്കുന്നത് കാണുമ്പോൾ പ്രാർത്ഥനയിൽ ഉണർന്നെഴുന്നേൽക്കാന്നല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോയേക്കരുത്. കാരണം പ്രാർത്ഥനയിൽ ഇവൻ ബന്ധിക്കപ്പെടേണ്ടവനാണ്. ബന്ധിച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം.